ബുക്ക് വീക്ക് ആയിരുന്നു. ഇന്നിപ്പോ ഡ്രസ്സപ്പ് ചെയ്തിട്ട് അവിടെ റാലിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് നോക്കാം. ബുക്ക് വീക്ക് ഇന്നല്ല കേട്ടോ, ഒരാഴ്ച മുന്നേ ആയിരുന്നു. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ മാറ്റി വെച്ചതാണ്. എന്തായാലും പകുതി എഡിറ്റ് ചെയ്തതല്ലേ, ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൂസിനെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് ഈ റാലി നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് ഞങ്ങൾ പോവാണ്. അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേരൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. ഞങ്ങൾ ഓർത്ത് അപ്പൂസ് ഇപ്പോൾ വരും എന്ന് ഓർത്ത് ഞങ്ങൾ ഈ സൈഡിൽ ഇരിക്കുകയായിരുന്നു. കുറേ നേരം നോക്കിയിരുന്നിട്ടും കാണാഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നതെന്ന്. അപ്പം ഞങ്ങൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയപ്പോൾ അവർ ഓൾറെഡി വന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദേ നമ്മുടെ അപ്പുക്കുട്ടൻ ഇരിക്കുന്നു. അയൺമാനായിട്ടാണ് അപ്പൂസ് പോയേക്കുന്നത്. അതിൻ്റെ ഒരു ബുക്കൊക്കെ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് വെക്ക് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് അന്നത്തെ ദിവസം പോകാം. പിന്നെ അവിടെ ഈ ക്ലാസ് വൈസ് റാലിയുണ്ട്. പച്ചത്തൊപ്പിയും വെച്ച് പോയതാണ് അപ്പൂസിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ. നല്ലൊരു ടീച്ചറായിരുന്നു. പിള്ളേരോടും നമ്മളോടും ഒക്കെ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ക്ലാസ് ബേസിലാണ് ഈ റാലി നടക്കുന്നത്. ഇത് കണ്ടില്ലേ, ഓരോ പിള്ളേരുടെ വേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കഴിഞ്ഞ വർഷം ഇതുപോലെ ബുക്ക് വീക്ക് ഉണ്ടായിരുന്നെങ്കിലും ഈ റാലിക്കൊന്നും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്തോരം എഫേർട്ടാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതെന്ന് നോക്കിയേ. ഈ പിള്ളേരാണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ. ഇനി വരുന്ന ഈ ക്ലാസ് ടീച്ചറിന്റെ ഒരു എനർജി നിങ്ങളൊന്ന് നോക്കിക്കേ. ആ ടീച്ചറിനെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ത് രസമല്ലേ, എന്ത് എനർജിയാണ്, എന്ത് പോസിറ്റിവിറ്റിയാണ്. പുള്ളിക്കാരിയാണ് ഈ ഒരു റാലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവസാനമാണ് അപ്പൂസിന്റെ ക്ലാസ് വിളിച്ചത്. ടീച്ചേഴ്സും കുട്ടികളും എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ വേഷം ധരിച്ച് വന്നേക്കാണ് ഒരു ദിവസം. ദേ പ്രിൻസിപ്പാളിനെ ഇപ്പൊ കാണാവേ. ദേ ഈ വരുന്ന ആ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് വരുന്ന ആളാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ. എന്താ അല്ലേ, നമ്മുടെയൊക്കെ പ്രിൻസിപ്പാളിനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓണപരിപാടിക്കോ കൾച്ചറൽ പ്രോഗ്രാംസിനോ ഒക്കെ നമ്മുടെ എൻജോയ്മെന്റ് ഒന്ന് കൂടിയാല്, കുറച്ചൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ക്ലാസ്സിൽ നിന്ന് കേട്ടാല് പുള്ളി ഇങ്ങോട്ടൊരു ചൂരലും കൊണ്ട് ഇറങ്ങും. അപ്പോഴേ ക്ലാസ്സും പിള്ളേരും എല്ലാം ഡീസന്റ്. അങ്ങനെ അപ്പൂസിനോട് ബായും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 1-2 ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മൂസിനെയും കൊണ്ട് ആ പ്ലേ ഏരിയയിൽ മോളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിട്ട് അമ്മൂസ് രാവിലെ മുതൽ ചോദ്യമാണ് എനിക്ക് സ്കൂളിൽ പോകണം എന്നാ എൻ്റെ സ്കൂളിൽ നിന്ന്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ അവളുടെ ബോറടി മാറ്റാനായിട്ട് എവിടേക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കളിച്ചിട്ടാണ് വീട്ടിൽ പോയത്.